ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോർഡ് ആക്സസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ ബ്ലൈൻഡ് ആക്സസും അതേപോലെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വീഡിയോ. ഓക്കെ, സ്റ്റോർഡ് ഇറങ്ങി അവിടെ സ്റ്റോർഡ് ആയിരിക്കും. ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ ആർക്ക് വന്ന് നോക്കിയാലും ആ ഒരു പ്രിൻ്റ്, ഓക്കെ, ആ ഒരു ജാവാസ്ക്രിപ്റ്റ് അലേർട്ട് വരും. ഓക്കെ, അതാണ് സ്റ്റോർഡ് ആക്സസ്. അതേപോലെ തന്നെ ബ്ലൈൻഡ് പറഞ്ഞ സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ആവും. ഓക്കെ, അഡ്മിൻ്റെ പാനലിൽ പോയിട്ട് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, ആ പോപ്പപ്പ് അഡ്മിൻ്റെ പാനലിലേ വരിക. ഓക്കെ വെച്ചാൽ അഡ്മിൻ്റെ പാനലിൽ വരുമ്പോൾ IP അഡ്രസ്സ് അതേപോലത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ബ്ലൈൻഡ് ആക്സസ് വെച്ച് ചെയ്യുക. ഓക്കെ, നമ്മളൊരു വെബ്സൈറ്റ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളൊരു വെബ്സൈറ്റ്. ഓക്കെ, ടെസ്റ്റ് PHP ഇറങ്ങൊരു വെബ്സൈറ്റ്. ഓക്കെ, ഞാനത് ഫസ്റ്റ് ലോഡ് ചെയ്ത് തരാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു, എൻ്റർ അമർത്തി. ഓക്കെ, നമ്മൾ സ്റ്റോർഡ് ആക്സസ് ഇവിടെയാവും. ഈ സൈനപ്പ് പേജിൽ നോക്കി നോക്കാം നമുക്ക് സ്റ്റോർഡ് ആക്സസ് ഉണ്ട്. ജസ്റ്റ് ടെസ്റ്റാണ് ഇതിൻ്റെ പാസ്വേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ടെസ്റ്റ് ടെസ്റ്റ് എൻ്റർ കൊടുത്തു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിൻ്റെ XSSൻ്റെ ഒരു ഇത് കൊടുക്കുക, ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുക. ഓക്കെ, ഓൾറെഡി എൻ്റെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് XSS. ഓക്കെ, ഇതാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയും കൊടുക്കാം കേട്ടോ, കുറേ ഉണ്ട് ജാവാസ്ക്രിപ്റ്റുകൾ, ഞാൻ കാണിച്ചു തന്നിരുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു. ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തു ദിസ് സൈറ്റ് മേ ബീൻ ഹാക്ക്ഡ് ഇറങ്ങി കൊടുത്തു, അപ്ഡേറ്റ് എടുത്തു. ഓക്കെ, ഇവിടെ ഒരു ഓക്കെ വന്നു. നമുക്ക് നേരെ വേറെ ബ്രൗസറിൽ ഓപ്പൺ ആകാം. ഓക്കെ, വേറെ ബ്രൗസർ ആകുമ്പോൾ വേറൊരു ഫോൺ, അപ്പോൾ അങ്ങനെ സ്റ്റോർഡ് ആണെങ്കിൽ അതിലും കാണിക്കും. കൊടുത്തു, സൈനപ്പ് കൊടുത്തു. ഇതിൽ പാസ്വേഡ് ടെസ്റ്റ് എന്നാണ്. ഓക്കെ, പാസ്വേഡും ടെസ്റ്റാണ്, ഓൾറെഡി അതിൽ സേവ്ഡ് ആണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഹലോ ദിസ് സൈറ്റ് മേ ബീൻ ഹാക്ക്ഡ്. ഓക്കെ, ഓക്കെ കൊടുത്തു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയല്ലേ കൊടുത്തിരുന്നത്. ഓക്കെ, ഞാനൊന്നും കൂടി അതിൻ്റെ ഇതെടുക്കട്ടെ. സ്ക്രിപ്റ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാൻ എഴുതുന്നു, ഞാൻ ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാക്ക്ഡ് ഹലോ എന്ന് മാത്രം മതി നമുക്ക്. ഹലോ മാത്രം കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തു. ഇവിടെ എന്താവും നോക്കാം. PHP സൈൻ ചെയ്തു, ടെസ്റ്റ്. ഓക്കെ, വന്നില്ല, കാരണം നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ വന്നു. ജസ്റ്റ് ആ മറ്റൊരിതും വന്നുകൊണ്ട് നോക്കുക. വേറൊരു മീൻസ് വേറെ ഒരു ലാപ്ടോപ്പിലോ വേറെ മൊബൈലിലോ ഓക്കെ ഈ വെബ്സൈറ്റ് തുറക്കണ വേറെ ആരെങ്കിലും കയ്യിലോ ഓക്കെ ഈ ഒരു പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരണം. സൈനപ്പ് കൊടുത്തു. ഇവിടെ ടെസ്റ്റ് പാസ്വേഡ് ടെസ്റ്റ്. ഓക്കെ, വന്നില്ല. ഓക്കെ, നമുക്ക് സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തു നോക്കാം. സ്ക്രിപ്റ്റ് ഇവിടെ വന്നു. ചില ഇറർ ഇതിന് വരുന്നുണ്ട് കേട്ടോ, അതൊന്ന് ജസ്റ്റ് കാര്യമാക്കട്ടെ. 2-3 വട്ടം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നിർത്തുന്നു. ഒക്കെ കണ്ടോ, അവിടെ കൊടുത്തപ്പോൾ കിട്ടി. ഓക്കെ, ഇതിവിടെ സ്റ്റോർഡായി നിൽക്കും. ഇവിടെ ആർക്ക് വന്നാലും ഈ ഒരു ഇത് കാണാം, ഒരു പോപ്പപ്പ് കാണാം. എങ്ങനെയാ വെച്ചാൽ ഈ ഒരു പോപ്പപ്പ് സൈനപ്പ് പേജിലല്ലേ കിടന്നേന്ന്, ഈ ഒരു പോപ്പപ്പ് ആർക്കും കാണാം. അപ്പോൾ ഇതുവഴി കുക്കീസൊക്കെ എടുക്കാൻ സാധിക്കും. അതേപോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇത് പറ്റും. ഓക്കെ, ഇതൊരു മലീഷ്യസ് ക്വറിയാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ബ്ലൈൻഡ് ആക്സസ് എങ്ങനെ കിട്ടും. ഓക്കെ അല്ലേ, ഇത് സ്റ്റോർഡ് ആക്സസ് പറഞ്ഞാൽ ആർക്ക് വന്ന് നോക്കിയാലും കാണും. ഇത് എവിടെയൊക്കെ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതേപോലെ അങ്ങോട്ട് ഇൻപുട്ട് ഉള്ളിടത്തൊക്കെ കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും കാണുന്ന സ്ഥലത്ത് കൊടുക്കാം. ജസ്റ്റ് XXX ഹണ്ടർ പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മൾ ബ്ലൈൻഡ് ആക്സസിൻ്റെ പേലോഡ്സ് കിട്ടുക. ഇത് തുറക്കുക. ഇതിൽ സൈനപ്പ്. ഓക്കെ, സൈനപ്പ് പേജ് കിട്ടി. ഇവിടെ പേരെടുക്കുക. ഓക്കെ, ഞാൻ ഹാക്കിംഗ് കൊടുത്തു. യൂസർ നെയിം അത് കൊടുത്ത് ഹാക്കിൻഡെക്സ്. ഓക്കെ, കൊടുത്തു. പാസ്വേഡ് കൊടുക്കാം.
ഞാൻ 1 2 3 4 5 കൊടുത്തു. അതേപോലെ ഇമെയിൽ ഏതും കൊടുക്കട്ടെ, ഇതൊന്നും കുഴപ്പമില്ല. ഇമെയിൽ ജസ്റ്റ് ഒരു ടെംമെയിൽ വെച്ചിട്ട് കൊടുത്തു നോക്കാം നമുക്ക്. സ്വന്തം ഇമെയിൽ കൊടുത്താൽ അതിക്ക് ഓൾറെഡി അപ്ഡേറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ടെംമെയിലിൽ നിന്ന് ഒരു ഇമെയിൽ എടുക്കുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഇവിടെ ഒരു ഇമെയിൽ വരട്ടെ. ഓക്കെ, ഇമെയിൽ വന്നു, ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, ഞാൻ ഹാക്കിന്ന് കൊടുത്തു, ആവുണ്ട് നോക്കാം. ഡൊമൈൻ ആൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹാക്കിങ് ട്രിക്സ് എന്ന് കൊടുത്തു, ഇത് രജിസ്റ്റേർഡ് ആണോ നോക്കാം. ഓക്കെ, നമുക്ക് ഇത് സൈൻ ചെയ്തു, ഞാൻ ജസ്റ്റ് സേവ് കൊടുത്തു. ഇനി ഏത് സമയത്ത് ഇത് തുറക്കണമെങ്കിൽ ആവശ്യം വരും. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ഇത് കിടക്കുന്ന ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ നമ്മൾ വിക്ടിംസിൻ്റെ IP അതേപോലെ ആ പേജ് ഒക്കെ കിട്ടും. ഓക്കെ, ഇത് പേലോഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേലോഡ് ഇവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേലോഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പേലോഡ് എടുത്തു. ഓക്കെ, ഇതെങ്ങനെ കാണിച്ചു തരാം. ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൽ തന്നെ ടെസ്റ്റ് ഈ ഒരു സൈറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ സൈനപ്പ് യുവർ പ്രൊഫൈൽ. ഓക്കെ, യുവർ പ്രൊഫൈൽ വെബ് കാറ്റഗറി സൈനപ്പ്. ഓക്കെ, നേരത്തെ കൊടുത്ത അതാണ് അലേർട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ലോഗൗട്ട്. ഓക്കെ, ലോഗൗട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ സൈൻ അപ്പ് ഹിയർ എന്നല്ലേ അവിടെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ വിക്ടിം അവിടെ പേരോട്. ഓക്കെ, ഇവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ. ജസ്റ്റ് ഇത് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കൊടുത്തു, ജസ്റ്റ് സൈനപ്പ് കൊടുത്തു, യുവർ നെയിം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് വന്നു. ഓക്കെ, നമുക്ക് മറ്റൊടുത്ത് എന്തെങ്കിലും വന്നുണ്ടോ നോക്കാം. XSS 100 എന്തെങ്കിലും വന്നുണ്ടോ നോക്കാം. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, കണ്ടോ, ഒരു IP അഡ്രസ്സ് കിട്ടി. ആ ഒരു പേജിൻ്റെ കണ്ടോ സ്ക്രീൻഷോട്ട് കണ്ടില്ലേ, സ്ക്രീൻഷോട്ട് വരെ കിട്ടി ഇത് വെച്ചിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു വൾണറബിളായ ഇതിൻ്റെ ഇത് കിട്ടി. ഇതെവിടേക്കാണ് പോകണം നോക്കാം. അക്യുറൻ്റ് അലർട്ട്. ഓക്കെ, ഇവിടെയും കിട്ടി. ഓക്കെ, ഒരു പേജും കിട്ടി, അതിൻ്റെ IP അഡ്രസ്സും കിട്ടി. ഇനി ഫുള്ളായിട്ട് ഫുൾ റിപ്പോർട്ട് ഉണ്ട് ഇതിൽ, അത് നോക്കാം. ഓക്കെ, ഇതാ പേജിൻ്റെ ഡീറ്റെയിൽസാണ്. അതേപോലെ ചിലപ്പോൾ ഉപയോഗിച്ച ഇതാ മോസില്ല വിൻഡോസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഇത് കിട്ടി. ക്രോമാണ് ഉപയോഗിച്ചത് ഇപ്പോൾ. ഓക്കെ, അതേപോലെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. കുക്കീസ് ഫുള്ളായിട്ട് കിട്ടിയില്ല. അതേപോലെ ഡോം ബേസ്ഡ് കിട്ടി. ഇഞ്ചക്ഷൻ പോയിൻ്റ് കുഡ് നോട്ട്. ഓക്കെ, അതേപോലെ ഇമേജ് വരെ നമുക്ക് കിട്ടി. കണ്ടോ, ഇമേജ് ഉണ്ടല്ലേ, ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. കണ്ടോ, ഇമേജ് വരെ ഇന്ന് നമ്മൾ എടുത്തിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ XSS 100 ഇറങ്ങിയ വെബ്സൈറ്റ്. ഇതിൽ പേലോഡ് എടുക്കുക. പേലോഡ് നമ്മൾ ഒരു പേലോഡ് എടുക്കുക. ഇത് കണ്ടമാനം പേലോഡ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനത് കോപ്പി ചെയ്തു, നേരെ ഈ ഒരു വെബ്സൈറ്റ് അടിച്ചു. ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഇൻപുട്ട് ചെയ്യണം. ഇവിടെ എല്ലായിടത്തും നോക്കി നോക്കാം കേട്ടോ, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. അഡ്മിൻ്റെ പാനലിലെത്തി അവിടെ എക്സിക്യൂട്ട് ആവുന്ന സൈസ് ചെയ്യണം. ഓക്കെ, അഡ്മിൻ എന്താണെങ്കിൽ ആ സാധനം കാണാൻ പറ്റണം, ആ പേലോഡ്. ഓക്കെ, എന്നാൽ അഡ്മിൻ്റെ അവിടെ ഇത് വരും, പോപ്പ് വരുള്ളൂ. നമ്മളിപ്പോൾ ചെയ്ത പോപ്പ് ഒന്നും വന്നില്ല, ജസ്റ്റ് ഇതൊരു ടെസ്റ്റിംഗ് വെബ്സൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ XSS 100 എടുത്ത ഈ ഒരു പേലോഡ്. ഓക്കെ, ഈ ഒരു പേലോഡ് ഞാൻ ഇവിടെ കോപ്പി ചെയ്തു. ഓക്കെ, പാസ്വേഡിൻ്റെ അടുത്ത് എല്ലായിടത്തും കൊടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഞാൻ സൈൻ ചെയ്തു. ഇപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. ഓക്കെ, ഇത് XSS 100 പോയി. ഇതിൽ രണ്ടാമത്തെ IP വരണം. ഇത് ഫസ്റ്റ് IP കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ നോക്കാം. ഓക്കെ, 2 കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കിട്ടി. ഇത് കണ്ടോ, ആ ഒരു ഇത് കിട്ടിയില്ലേ, ആ ഒരു സ്ക്രീൻഷോട്ട് അടക്കം കിട്ടിയില്ലേ. ഇനി നമുക്ക് വേറെ ഒരുത്തതും കൂടി നോക്കിയോ. ഓക്കെ, ഞാൻ ഇവിടെ ഇത് ഞാൻ കളഞ്ഞു. ഓക്കെ, നെയിമിൻ്റെ അവിടെ ഞാൻ കൊടുത്തു നോക്കാം. നമുക്ക് സൈൻ ചെയ്തു. ഓക്കെ, XSS 100 തുറന്നു. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. മൂന്നാമത്തെ IP വരുമോ നോക്കാം. ഓക്കെ, അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ IP വരും. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, നമുക്ക് മൂന്നാമത്തെ IP വന്നിട്ടില്ല. ഓക്കെ, ഒന്നും കൂടി നമുക്ക്
സ്ക്രിപ്റ്റ് അലേർട്ട് നമുക്ക് ഇവിടെ കൊടുത്തു പോലെ ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ അറിയാമല്ലോ. ഓക്കെ, വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തും കൊണ്ട് ഇത് നോക്കി നോക്കാം, ഉണ്ടോ ഇവിടെ ഉണ്ടോ വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ വരും. ഇല്ല, മൂന്നാമത്തല്ല, ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ സൈനപ്പ് ഇവിടെ ഞാൻ ഈ അഡ്രസ്സിൻ്റെ അവിടെ കൊടുത്ത് നോക്കാം, അവിടെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, അങ്ങനെ വരുന്നില്ല അവിടെ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു. മൂന്നാമത്തെ IP കിട്ടണം, കിട്ടിയില്ല, അവിടെ ഇല്ല അതിൻ്റെത്. ജസ്റ്റ് യൂസർ നെയിം ഓക്കെ ഒന്നുകൂടി നോക്കാം, പാസ്വേഡിൻ്റെ അവിടെ കൊടുത്തു നോക്കാം. ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, എക്സെൻഡർ ലോഡ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ IP ഇട്ടുണ്ടോ, ഇല്ല. നമുക്ക് അതിൽ കാണിക്കുന്ന ഇത് ഒരു വൾണറബിലിറ്റി ഉള്ളത് ഈ ഒരു നെയിമിൻ്റെ മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, സൈനപ്പ് കൊടുത്തു. ഓക്കെ, നെയിം ഫോൺ കാർഡ് ഒക്കെ വന്നു. ഓക്കെ, മൂന്നാമത്തെ IP ഇവിടെ വരണം. ഓക്കെ, വരുമോ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ IP വന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി ബാക്ക് അടിച്ചു. ഇവിടെയാണ് നമ്മളെ ഇതുള്ള വൾണറബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് കാർഡ് 111 കൊടുത്തു. ഇനി ജസ്റ്റ് സൈനപ്പ് എടുത്തു. എന്താ അവസ്ഥ? ഓക്കെ, ഇവിടെ ശരിക്കുന്നാണെങ്കിൽ ആ ഒരു പേജ് സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഈ ഒരു അശ്വിൻ എന്നുള്ള പേര് അതേപോലെ 1222 എന്നുള്ള അതും വരണം. ഓക്കെ, നോക്കി നോക്കാം, സ്ക്രീൻഷോട്ട് വരുന്നുണ്ടോ നോക്കാം. ലാസ്റ്റത്തെ കിട്ടുന്നുണ്ടോ? സ്വീറ്റ് ഇല്ല, ഒന്നുകൂടി നോക്കിയാൽ. ഓക്കെ, ഇത് മനസ്സിലായില്ല. അപ്പോൾ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വരും. സ്ക്രീൻഷോട്ടല്ല, IP അഡ്രസ്സ് കുറേ ഡീറ്റെയിൽസ് അടക്കം വരും. ഇല്ല, നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ കൊടുത്ത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇതാണ് ഇത് ബ്ലൈൻഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഈ XSS അണ്ടറിൽ നിന്ന് ഒരു പേലോഡ് എടുക്കുക. പേലോഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതാക്കട്ടെ, പേലോഡ്സ് കുറേ പേലോഡ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കൊടുത്തു നോക്കാം, ഒരു വേറെ പേലോഡും കൂടി കൊടുക്കാം. ഓക്കെ, ഈ ഒരു പേലോഡ് കൊടുത്താൽ എന്ത് സംഭവിക്കാൻ അറിയില്ലല്ലോ, നോക്കാം. ഇത് വായിച്ചു നോക്കുക. ഓക്കെ, ഞാൻ ബാക്ക് അടിച്ചു. ഇവിടെയല്ലേ യൂസർ നെയിമിൻ്റെ അവിടെ നിന്നാണ് പേലോഡിൻ്റെ ആവശ്യം. ഒന്നും വന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിൽ പേലോഡല്ലേ, ജസ്റ്റ് റീഫ്രഷ് ചെയ്തു. ഇനി അടുത്തൊരു ഇതും കൂടി വരുന്നുണ്ട് നോക്കാം. IP അഡ്രസ്സ് കറക്റ്റാട്ടോ. IP നമുക്ക് നോക്കി നോക്കാം കറക്റ്റാണോ എന്ന്. ജസ്റ്റ് കോപ്പി ചെയ്യുക. IP ലൊക്കേഷൻ IP. ഓക്കെ, എൻ്റർ അമർത്തി ഗൂഗിളിൽ മൈ IP എടുക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടാവും IP. ഓക്കെ, ഇവിടെ IP ലോഗ് ചെയ്യാം. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക, എവിടെയെന്ന് നോക്കാം. ഏഷ്യ കണ്ടോ, കറക്റ്റിൻ്റെ സിറ്റിയൊക്കെ അടക്കം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ IP ഒക്കെ കിട്ടും. IP വെച്ചിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലൈൻഡും അതേപോലെ സ്റ്റോർഡ് ആക്സസും ആണ്. ഓക്കെ, സ്റ്റോർഡ് ആക്സസും ഇതാണ്. ഓക്കെ ഗൈസ്, ബൈ.